ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പല നടന്മാർക്കെതിരെയും പീഡന പരാതി വന്നെങ്കിലും മലയാളികളെ ഏറെ നടുക്കിയത് നിവിൻ പോളിയുടെ പേരും ആ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോഴാണ്. പരാതിയുടെ നിജസ്ഥിതി പോലും പരിശോധിക്കാതെയാണ് പോലീസ് ബലാത്സംഗ കുറ്റം ചുമത്തി നിവിനെതിരെ കേസെടുത്തത്. എന്നാൽ പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസങ്ങളിൽ നിവിൻ വിദേശത്തായിരുന്നില്ല, കൊച്ചിയിലെ സിനിമാ സെറ്റിൽ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇക്കാര്യം വെളിപ്പെടുത്തി വിനീത് ശ്രീനിവാസന്റെ പ്രതികരണം വന്നതിന് പിന്നാലെ നിവിൻ പോളിക്കൊപ്പമുള്ള ലൊക്കേഷനിലെ ചിത്രങ്ങൾ പങ്കുവച്ച് നടി പാർവതി ആർ കൃഷ്ണയും രംഗത്തെത്തി. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ സെറ്റിൽ അന്ന് താനും ഉണ്ടായിരുന്നുവെന്നാണ് പാർവതി പറയുന്നത്. നടൻ നിവിൻ പോളിക്കെതിരെയുള്ള ലൈംഗികാരോപണം പുറത്തുവന്നതിന് പിന്നാലെ നിവിനെ പിന്തുണച്ച് ആദ്യം രംഗത്തെത്തിയത് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസനാണ്. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം നിവിൻ വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയുടെ സെറ്റിൽ തനിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് വിനീത് വ്യക്തമാക്കിയിരുന്നു. ഈ സിനിമയുടെ സെറ്റിലുള്ള ചിത്രങ്ങളും തന്റെ കയ്യിൽ തെളിവായി ഉണ്ട് എന്ന് വിനീത് പറഞ്ഞിരുന്നു. പിന്നാലെയാണ് നിവിനെ പിന്തുണച്ച് നടി പാർവതി ആർ കൃഷ്ണയും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത്. ഡിസംബർ 14-ന് നിവിന്റെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോയും പാർവതി പങ്കുവച്ചു. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ. സോ ദിസ് വാസ് എ വീഡിയോ which I took on 14th December 2023. ഈ കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത്. അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ശേഷത്തില് ഞാനൊരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ 14-ന്. സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ 14. അതിലും എന്നെ ഇതിലേക്ക് വലിച്ചെടുക്കാൻ വേണ്ടി പല രീതിയിലുള്ള കാര്യങ്ങളും അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചന, അന്ന് മുതലേ ഗൂഢാലോചന സംശയിക്കുന്ന കാര്യങ്ങളാണ്. ഈ സംഗതിയും ഇതിലും ഒരു അടിസ്ഥാനമില്ലാത്ത പരാതി ഉണ്ടായിരുന്നു. ഇത് വന്ന് ഞാൻ പറയണ്ടേ? അഫ്കോഴ്സ് ഞാൻ പറയണം, കാരണം ഇറ്റ്സ് എ ട്രൂത്ത്. അതുകൊണ്ട് സംവിധായകൻ PR അരുൺ, നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം തുടങ്ങിയവരും സംഭവത്തിൽ നിവിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരുന്നു. മോശമാക്കുന്ന രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് തീർത്തും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് തന്നെയാണ് കരുതുന്നത്. മുട്ടിൽ മെർമർക്കൂസിന്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഞാനാണ്, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. 2021-ൽ ബത്തേരി ഡിവൈഎസ്പി ആയിരിക്കുന്ന സമയത്താണ് ഇൻവെസ്റ്റിഗേഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനും സിനിമാ മന്ത്രി സജി ചെറിയാനും പരാതി അയച്ചിട്ടുണ്ട്. പരാതിക്കാരി പീഡനം നടന്നതായി ആരോപിച്ച ദിവസങ്ങളിൽ താൻ കേരളത്തിൽ സിനിമാ ഷൂട്ടിംഗിൽ പങ്കെടുക്കുകയായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ പരാതിയിൽ വിശദമായി ചേർത്തിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ താൻ വിദേശയാത്ര നടത്തിയിട്ടില്ലെന്നും നിവിൻ പരാതിയിൽ പറയുന്നു. ഇതിന്റെ തെളിവായി പാസ്പോർട്ടിന്റെ കോപ്പിയും പരാതിക്കൊപ്പം ചേർത്തിട്ടുണ്ട്. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി തന്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നും തന്നെ കേസിൽ നിന്ന് DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ കേസ് കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 43 കുറ്റപത്രം സമർപ്പിക്കേണ്ടതിലെ പരാതിയിൽ ബോധിപ്പിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി.